ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി വില്ലിൻ്റെ മുകളിൽ ഒരു മ്യൂട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു കേസ് വെച്ച് പറയാം. വില്ലിൻ്റെ ഒരു ഫോർമാറ്റിൻ്റെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ കേരള ഹൈക്കോർട്ടിൻ്റെ റീസെൻ്റ്ലി നമ്മുടെ പ്രോഗ്രാമിന് ശേഷമാണ് കേരള ഹൈക്കോർട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ഇന്നലെ ബാബു എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ട് പെറ്റീഷനിൽ വന്ന ഓർഡറാണ്. അപ്പം നോർമൽ ഇത് സംഭവിക്കുക ചിലപ്പോൾ 2 മക്കൾ, ഒരാൾ US ഒരാളായിരിക്കും ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ ഇവിടെ താമസിക്കുന്നുണ്ടാവും. ഇദ്ദേഹം ഈ US മകൻ അറിയാതെ ഇവിടുത്തെ നാട്ടിലെ മകൻ അച്ഛൻ വില്ല് എഴുതി എന്ന് പറഞ്ഞിട്ട് നാട്ടിലെ പ്രോപ്പർട്ടി എല്ലാം ആളുടെ പേരിലേക്ക് മാറ്റും. ഇത് അച്ഛൻ്റെ വില്ലാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എഴുതിയ, കാരണം വില്ല് എപ്പോഴും എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിൻ്റെ 1 മാസം പോലെ വില്ല് എഴുതിയിട്ടുണ്ടോ എല്ലാവരും, ഓക്കെ ഡേറ്റ് വെച്ചിട്ട്, ഓക്കെ വില്ല് എഴുതിയിട്ടുണ്ടോ, ഇത് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഇത് മൊത്തം ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് മാറ്റും. ഈ മകൻ US വന്ന് നാട്ടിൽ നിന്ന് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരു 2 മാസം 3 മാസം അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത് അച്ഛൻ എൻ്റെ പേരിൽ വില്ല് എഴുതിയിട്ടുണ്ട്, ഇത് മൊത്തം പോയി. ഓക്കെ, ചിലപ്പം മകനാവാം മകളാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോഴാണ് അവിടെ ഈ പറയുന്ന ആൾക്ക് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലേ. അന്നേരം കോടതി പോകും, അച്ഛൻ ഇങ്ങനെ വില്ല് എഴുതി, ഇത് നമ്മൾ കബളിൽ പെട്ടു, അങ്ങനെ വാട്ട് എവർ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരുപാട് കോടതികളിൽ കേസ് വരുന്നുണ്ട്. വൺ സൈഡഡ് വിൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം പോകുന്ന ഒരു വില്ല്. 3 മക്കളുണ്ടാവും, 2 മക്കളുണ്ടാവും, ഒരാൾക്ക് മാത്രം പോകുമ്പോൾ മറ്റവർക്ക് അത് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാത്ത സമയത്ത്, അവർക്ക് ലീഗൽ ഹെയർഷിപ്പ് കിട്ടാത്ത സമയത്ത് അവർ കോടതി പോയിട്ട് കേസ്. അങ്ങനത്തെ ഒരുപാട് പ്ലെൻറ്റി ഓഫ് കേസ് കേരളത്തിലുണ്ട്, ഇഷ്ടം പോലെ. കാരണം നമ്മുടെ NRI മക്കളൊക്കെ പുറത്താണല്ലോ. ഇവിടെ അച്ഛനും പ്രായമായി നിൽക്കുന്ന അച്ഛൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഫോർഗെറ്റ് അബൌട്ട് മക്കൾ. ചിലപ്പം അച്ഛൻ ചിലപ്പം വില്ല് എഴുതി വന്ന് അപ്പുറത്തെ വീട്ടിലെ ആളുടെ പേരിലായിരിക്കും, ഫ്രണ്ടിൻ്റെ പേരിലായിരിക്കും. വില്ല് ആരുടെ പേരിൽ എഴുതാമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്ന സമയത്താണ് കേരള ഹൈക്കോർട്ട് പറഞ്ഞത് പ്രോപ്പർട്ടി ട്രാൻസ്ഫറിന് നമുക്ക് മ്യൂട്ടേഷൻ, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് മ്യൂട്ടേഷൻ ചെയ്യണം. ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി വില്ലിൻ്റെ മുകളിൽ ഒരു മ്യൂട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യണം, മാൻഡേറ്ററി ആണ്. ഒരു വില്ലും കൊണ്ട് ഒരാൾ വരുവാണെങ്കിൽ ആ മരിച്ച വ്യക്തിയുടെ എല്ലാ ലീഗൽ ഹെയർസിനും നോട്ടീസ് അയക്കണം. 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇവർ നോ ഒബ്ജെക്ഷൻ ഫയൽ ചെയ്യണം. ആർക്കെങ്കിൽ ഇതെൻ്റെ അച്ഛൻ ഇങ്ങനെ വില്ല് റെസ്പോണ്ട് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ പ്രാക്ടിക്കലി ഐ ക്യാൻ കമ്പ്യൂട്ട് ദ മ്യൂട്ടേഷൻ. കാരണം എനിക്ക് നോട്ടീസ് കിട്ടിയതിന് ശേഷം 30 ദിവസം എനിക്ക് സമയമുണ്ട് ഈ വില്ല് എനിക്ക് ചലഞ്ച് ചെയ്യാം. ഒന്ന് എനിക്ക് അഷ്യൂർ ചെയ്യണം ഈ നോട്ടീസ് കിട്ടുമെന്ന്. ഓക്കെ, സബ് രജിസ്ട്രാറിന് അറിഞ്ഞിരിക്കണം ഇവരെല്ലാവരും ലീഗൽ എയർ ആണോ എന്നുള്ള, ലീഗലി പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ഒബ്ജെക്ഷൻ ഫയൽ ചെയ്താൽ മ്യൂട്ടേഷൻ അവിടെ സ്റ്റോപ്പായി, ചെയ്തു തുടങ്ങില്ല. അതുമാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 3 മാസത്തിനുള്ളിൽ ഇവിടെ കേരള ഹൈക്കോർട്ടിലോ ഡിസ്ട്രിക്ട് കോർട്ടിലോ സിവിൽ കോർട്ടിലോ നമ്മളിത് ഫയൽ ചെയ്യണം. ഇത് നമുക്കിതിന് അഗെയിൻസ്റ്റ് ഒബ്ജെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിവിൽ കോർട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്നാൽ മാത്രമേ മ്യൂട്ടേഷൻ കംപ്ലീറ്റ് ചെയ്താൽ പാടുള്ളൂ.